അങ്ങനെ ഇന്ന് അനിയൻ്റെ കുഞ്ഞിന് 1-ാം പിറന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടിയാണല്ലോ അടുക്കളയിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ കയറിയപ്പോൾ മമ്മി അവിടെ തോരൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനത് പിടിച്ച് പറിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിൻ്റെ വീഡിയോ എടുത്തോടി ഡാനി എന്ന് ഞാൻ പറയുകയാണ്. അവരുടെ ബർത്ത്ഡേ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൈ ബ്ലൂ കളറായിരുന്നേ. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡി. ഇതാണ് ബർത്ത്ഡേക്കാരൻ കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി. അവർക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടാണ് കേക്ക് കട്ടിങ്ങൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിനെ കുറിച്ചൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ കേക്ക് വന്നു കഴിഞ്ഞു. കേക്ക് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറായിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ അതേ കളർ തന്നെയാണ് അപ്പോൾ കേക്ക് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഞാൻ ഒരാളെ കാണിച്ചില്ല, അച്ചാച്ചനെ കണ്ടോ. പൊങ്ങച്ചക്കാരൻ എന്ന് ആരും വിചാരിക്കരുത്, കണ്ണ് വയ്യാത്തതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ, അച്ചാച്ചനെ ഇപ്പോൾ കാണിക്കാമേ. കണ്ണിന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ണാടി വെച്ചാണ്. നേരത്തെ അങ്ങ് പറഞ്ഞ പരിഷ്കാരിയാണോ എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കാനാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണപ്പരിപാടി ഞങ്ങൾക്ക് നടത്താൻ പറ്റാത്തത് കൊണ്ട്, കാര്യം ഓണത്തിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഓണം കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെയിൻ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഓണപ്പരിപാടി ഇവിടെ അങ്ങ് നടത്തിയാണ് കേട്ടോ. പിന്നെ വെളിയിൽ നിന്ന് ആളുകളെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുടുംബക്കാർ തന്നെ കൂടുതലായതുകൊണ്ട് പ്രത്യേകിച്ച് വെളിയിൽ നിന്നൊന്നും ആളെ എടുക്കേണ്ടി വരത്തില്ല. പിന്നെ ഒരു മൈക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും, ഈ കുടുംബക്കാർ മൊത്തം വലിയ ഗായകരാണോ എന്ന്. എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഈ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം ഗായകരാണ് കേട്ടോ. ഒരു ഗാനമേള ട്രൂപ്പ് തന്നെ തുടങ്ങിയാലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഗാനമേളയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വടംവലി, പിന്നെ കണ്ണുകെട്ടി കളമടി എന്ന് വേണ്ട എന്തൊക്കെയോ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്തു. ഈ വടംവലിയുടെ ഇടയ്ക്ക് വലിയ വടംവലി കുടുംബക്കാർ തന്നെ ആയിരുന്നു കേട്ടോ. വേറെ വെളിയിൽ നിന്ന് ഒരൊറ്റ മനുഷ്യ പോലും വരത്തില്ല. കാര്യം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ രണ്ട് വശത്തായിട്ട് നിൽക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വടംവലി വഷളാവും എന്നറിഞ്ഞപ്പോൾ, വടംവലി വഷളാവുമല്ല, കുടുംബക്കാർ തന്നെ അടിച്ച് പിരിയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വടംവലി അങ്ങ് ക്യാൻസൽ ചെയ്തു. ഒരു ടീം ജയിച്ച് കഴിഞ്ഞ് പരിപാടി നിർത്തലാക്കി കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനും ഓണപ്പരിപാടിയും എല്ലാം കൂടെ കുടുംബക്കാർ ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചു ഇന്നത്തെ ദിവസം കേട്ടോ.